أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واللاتي يأتين الفاحشة من نسائكم واللاتي يأتين الفاحشة من نسائكم فاستشهدوا فاستشهدوا عليهن أربعة منكم فإن شهدوا فأمسكوهن في البيوت حتى يتوفاهن الموت أو يجعل الله لهن سبيلا. واللذان يأتيانها منكم فآذوهما فإن تابا وأصلحا فأعرضوا عنهما إن الله كان توابا رحيما. إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. നാലു സാക്ഷികളുണ്ടെങ്കിൽ വ്യഭിചരിച്ച ആളെ എറിഞ്ഞു കൊല്ലണം എന്ന് ഇസ്ലാമിലൊരു നിയമമുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ ഇന്ന് മൊത്തത്തിൽ അങ്ങനെ ശിക്ഷാ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. എറിഞ്ഞു കൊല്ലുകയാണല്ലോ വളരെ അപൂർവമായി മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരിക. പക്ഷെ അവിടെ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ശിക്ഷ ഇങ്ങനെ ഒരാൾക്ക് ശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളത്, അങ്ങനെ ഒരാൾ ഒരു ശിക്ഷയ്ക്ക് വിധേയനാവുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഏറ്റവും വ്യാപകമായി നടക്കുന്ന ഒരു മഹാപാപമാണ് വ്യഭിചാരം. എത്രയോ ആളുകൾ ജീവിതത്തിൽ വളരെ മാന്യമായി ജീവിക്കുന്നു എന്ന് നമ്മൾ ധരിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം സൂക്ഷ്മത പുലർത്തുന്നവരാണെങ്കിലും വ്യഭിചാരമെന്ന ഏറ്റവും മാരകമായ ഒരു മഹാപാതകത്തിൽ നിന്നും മാറി നിൽക്കുന്നവരെന്താണ് ഉണ്ട്. പക്ഷേ വളരെ
അപൂർവമായി ആളുകളിൽ അത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റു തിന്മകളെ അപേക്ഷിച്ച് ഇപ്പൊ ഒരാള് ഒരു കൊലപാതകം ചെയ്തു, അല്ലെങ്കിൽ ഒരാൾ മോഷ്ടിച്ചു, അതൊക്കെ നമുക്ക് ഗുരുതരമായ തെറ്റായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ വ്യഭിചരിക്കുന്ന ഒരാളെ വളരെ മ്ലേച്ഛനായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് അതിൽ തെറ്റിന് കാര്യം. അയാൾ വളരെയധികം ഒരു മോശപ്പെട്ട, വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ഏറ്റവും നീച്ച പ്രവൃത്തി ചെയ്തവരായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വ്യഭിചാരം എന്ന സിന എന്ന പദത്തിന് പകരം ഇവിടെ ഉപയോഗിച്ചത് ഫാഹിഷത്തുൻ എന്നുള്ള പദമാണ്. ഏറ്റവും മോശമായിട്ടുള്ള ഒരു നീച്ച പ്രവൃത്തി എന്ന് വേണമെങ്കിൽ നമുക്കതിന് അർത്ഥം പറയാൻ പറ്റും. ഇങ്ങനെ ഒരാൾ വ്യഭിചരിച്ചാൽ 4 സാക്ഷികൾ, പ്രത്യക്ഷമായി 4 സാക്ഷികൾ ഉണ്ടെങ്കിലേ അയാളെ എറിഞ്ഞു കൊല്ലാൻ പാടുള്ളൂ. ശരിക്കിപ്പോ ഒരു കാര്യം തെളിയാൻ ഒരാൾ പറഞ്ഞാൽ പോരെ, ഞാൻ നേർക്ക് നേരെ കണ്ടു പോട്ടെ, അയാൾ നുണ പറയുകയൊക്കെ. 2 ആള് കണ്ടാൽ പോരെ, 3 ആള് കണ്ടാൽ എത്രയെങ്കിലും ആയിരുന്നു. എല്ലാ കാര്യത്തിലും 2 സാക്ഷി മതി. ഇവിടെ എന്ത് വേണം? 4 സാക്ഷികൾ. അപ്പൊ ഒരിക്കലും എന്തില്ല, 4 സാക്ഷികൾ കാണെ വളരെ സ്വകാര്യമായും രഹസ്യമായും ഒരാൾ ചെയ്യുന്ന, ആരും അറിയാതെ മാത്രം ചെയ്യുന്ന, ആരും അറിയില്ലെന്ന് ഉറപ്പാണെങ്കിൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടത് എത്ര സാക്ഷിയാണ്? 4 സാക്ഷി. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ 4 സാക്ഷികളോടുകൂടെ ഒരു വ്യഭിചാരം കണ്ടെത്തുക എന്നുള്ളത് വളരെ അപൂർവമായി, സംഭവിക്കില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ തന്നെ അത് അപൂർവമായി മാത്രമേ സംഭവിക്കുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ ഇത്രയും ഈ ശിക്ഷ നടപ്പിലാക്കപ്പെടാൻ പറ്റാത്ത ഒരു അപ്രായോഗികമായിട്ടുള്ള വ്യവസ്ഥ ഒരു പരിധിവരെ എന്തുകൊണ്ട് നിശ്ചയിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമുണ്ട്. ഒരു വ്യക്തിയുടെ പേരിൽ വ്യഭിചാരം പറയുന്നുവെങ്കിൽ അത് ഉള്ളതു തന്നെയായിരിക്കണം. അതാണ് അള്ളാഹുവിന്റെ കർശനമായിട്ടുള്ള ഒരു നിയമം. ഒരിക്കൽ പോലും ഊഹത്തിന്റെയോ അതല്ലെങ്കിൽ സംശയത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഒരാൾ വ്യഭിചരിച്ചു എന്ന് നമുക്ക് മറ്റൊരാളോട് പറയാൻ അവകാശമില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇസ്ലാമിക കോടതി ഉണ്ടോ, ശിക്ഷിക്കുണ്ടോ എന്നുള്ളതല്ല, നമ്മൾ അയാളെക്കാളും വലിയ കുറ്റക്കാരനാണ്. അതായത് നമ്മൾ വ്യഭിചാരം കണ്ടു, നമുക്കത് വ്യഭിചാരമാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷെ നമുക്ക് നമ്മളല്ലാത്ത മറ്റൊരു വ്യക്തിയോട് അത് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? 4 സാക്ഷി വേണം. അപ്പൊ 4 സാക്ഷികളില്ലാതെ പറഞ്ഞാൽ കദ്ഫ്, ആരോപണം പറഞ്ഞ ഒരാളായിട്ട് നമ്മളെ എന്ത് ചെയ്യും? പരിഗണിക്കും. നമുക്കതിനുള്ള ശിക്ഷയ്ക്ക് ഇവിടെയും അർഹതപ്പെട്ടതാണ്, പരലോകത്തും നമ്മൾ അർഹത. എന്തുകൊണ്ട്? ഒരാളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, വ്യഭിചരിച്ചിട്ടില്ല അയാൾ, പിന്നെ ഇപ്പൊ അയാൾക്ക് എന്തിനാ അയാൾ അഭിമാനം കാത്ത് സൂക്ഷിക്കണത്? അയാൾ വ്യഭിചരിച്ചിട്ടുണ്ട്, അയാൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് തൗബക്ക് അവസരമുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ തെറ്റ് ചെയ്യാത്ത ആൾക്കാരാണോ? നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ ഇത് ആളുകൾ അറിയുന്നില്ല. നമ്മൾ പശ്ചാത്തപിക്കുന്നു, നമ്മൾ മാന്യന്മാരായി ജീവിക്കുന്നു. അതിന്റെ അർത്ഥം എല്ലാവരുടെയും തെറ്റ് മറച്ചു വെക്കാൻ അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ ഒരു നിബന്ധനയാണ് വ്യഭിചാരം പറയണമെങ്കിൽ എന്ത് വേണം? ആ വശത്തെ ആരും ചിന്തിക്കൂല. എറിഞ്ഞൊല്ലാൻ വേണ്ടി പറഞ്ഞത് എന്താണ് എല്ലാവരും ആയതെന്ന് ചർച്ചയ്ക്കെടുക്കുക. 4 സാക്ഷി വേണമെന്ന് പറഞ്ഞതാണ് അതിലെ ഏറ്റവും വലിയ സിദ്ധാന്തം. അപ്പൊ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യിച്ചാൽ ഭാര്യനെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, എല്ലാവരെ കുറിച്ചും എന്ത് ചെയ്യും? ഈ സംശയങ്ങൾ വെച്ചിട്ട് പറയും. നേർക്ക് മുഖത്ത് നോക്കി ചോദിക്കുകയും ചെയ്യും, നിങ്ങൾ അങ്ങനെ ചെയ്തില്ല, നിങ്ങൾ അങ്ങനെ പോയിന്, നിങ്ങൾ ഇങ്ങോട്ടല്ലേ പോയിന്ന്. ഇതിനെ ചൊല്ലി എന്ത് തെളിവാണ്? എന്ത് തെളിവാണ്? ഒരു തെളിവ്. ഇപ്പൊ നമ്മൾ ഒരിക്കലും ഒരു തെളിവില്ലാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യം അല്ല. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ അപമാനിതനാക്കുന്ന ഏറ്റവും വലിയ ഒരു ഫാഹിഷത്തായ ഏറ്റവും വലിയൊരു തെറ്റിൽ പോലും അയാളുടെ അഭിമാനത്തെ സംരക്ഷിക്കുവാനുള്ള ഒരു പരിഗണന ആ നിയമത്തിൽ പോലും ഉണ്ടെന്നതാണ് വസ്തുത. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ ഇത്തരം തിന്മകൾ പ്രവർത്തിക്കുന്നവരോട്
വളരെ ശക്തമായ സമീപനങ്ങൾ തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അതിലൊന്നും യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. അത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. നമ്മളിങ്ങനെ ഒന്നിങ്ങനെ വായിച്ചു പോയോക്കാം. വല്ലാത്തി യഅ്തീനൽ ഫാഹിഷത മിൻ നിസായിക്കും, നിങ്ങളുടെ സ്ത്രീകളിൽ നിന്നും നീചവൃത്തി ചെയ്യുന്നവർ ആരോ അവർ. ഇപ്പോ ഒരു സ്ത്രീ എന്താണ് വ്യഭിചാരം, ഫാഹിഷത്ത് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വ്യഭിചാരം, അസ്സിന. വവസഫഹ ബിൽ ഫാഹിഷ ലിശനാഅതിഹാ വഖുബിഹ, അത്രയും മോശപ്പെട്ട ഒരു നീച പ്രവൃത്തി ആയതുകൊണ്ടാണ് സിന എന്ന വാക്കിന് പകരം അള്ളാഹു ഇവിടെ ഫാഹിഷത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ അതാരെങ്കിലും ചെയ്താൽ ഫസ്തശ്ഹിദൂ അലൈഹിന്ന അർബഅത്തം മിൻകും, 4 പെണ്ണ് ഉണ്ടാലും പറ്റില്ല, 3 ആണും കണ്ട് ഒരു 4ാമത്തെ പെണ്ണ് ഉണ്ടാലും പറ്റില്ല. മനസ്സിലായില്ലേ? 4ഉം ആരെന്നെ കാണണം? ആണുങ്ങൾ തന്നെ കാണണം. ആണ് സാക്ഷി. അർബഅത്തും മിൻകും ഐ അർബഅത്തം മിൻ റിജാലിക്കും, നിങ്ങളിൽപ്പെട്ട 4 പുരുഷന്മാർ. 4 പുരുഷന്മാർ എന്താണ്? അതിലെന്താണ്? ഇസ്തഷറാന സാക്ഷിയായി കൊണ്ടുവരണം. വസ്തഷിദു, നിങ്ങൾ സാക്ഷിയായി കൊണ്ടുവരണം. അലൈഹിന്ന, അവരുടെ മേൽ, അവർ ചെയ്ത തെറ്റിന് സാക്ഷിയായി നിങ്ങൾ കൊണ്ടുവരണം. അർബഅത്തം മിൻകും മിൻ റിജാലിക്കുമുൽ മുഅ്മിനീൻ, വിശ്വാസികളായിട്ടുള്ള 4 പുരുഷന്മാരെ നിങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന് അത് തെളിഞ്ഞാൽ എന്താണ്? ഫഇൻ ഷഹിദൂ, ഇനി അവർ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ ഫഅംസികൂഹുന്ന ഫിൽ ബുയൂത്ത്. ഇവിടെ ഒരു വ്യാഖ്യാനം ആവശ്യമുണ്ട്. ഇവിടെ എറിഞ്ഞുകൊല്ലുന്നതിനെ കുറിച്ച് പറയണില്ല, സൂചന ഉണ്ട്, ഇവിടെ പറയണില്ല. അപ്പോ പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ, സൂറത്തുൽ നൂറിലെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ നൂറിലെ വചനം, ഈ പിന്നെ വിവാഹം കഴിച്ചവനാണെങ്കിൽ അയാൾ എറിഞ്ഞു കൊല്ലണം, അത് ഖുർആനിൽ നിന്ന് കിട്ടില്ല, ഹദീസിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവൻ അടിക്കണം എന്ന് പറയുന്ന ആ നിയമം ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പുള്ളതാണ് ഈ ആയത്ത്. അവിടെ ആ ആയത്ത് ഇറങ്ങിയതോടുകൂടി ഈ ആയത്തിന്റെ ആശയം എന്ത് ചെയ്തു? നസ്ഖ് ചെയ്യപ്പെട്ടു എന്നൊക്കെ അഭിപ്രായമുണ്ട്. പക്ഷെ എല്ലാ പണ്ഡിതന്മാരൊന്നും അംഗീകരിക്കുന്നില്ല. ഇത് ആദ്യ തവണകളിൽ ഉണ്ടായിരുന്ന ശിക്ഷാ സമ്പ്രദായമാണ്, പിന്നീട് അത് മാറ്റിവെച്ചു എന്നൊക്കെ പറയും. ചില ആൾക്കാർ പറഞ്ഞു ശിക്ഷ നടപ്പിലാക്കുന്നത് വരെ ചെയ്യേണ്ട സമീപനമാണ് ഇത് എന്നും ഈ ആയത്തിൽ തന്നെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവൻ ഷഹിദൂ, ഇനി അവർ സാക്ഷ്യം വഹിച്ചാൽ ഫഅംസികൂഹുന്ന ഫിൽ ബുയൂത്ത്, അവരെ നിങ്ങൾ വീടുകളിൽ തടഞ്ഞു വെക്കണം. വീടുകളിൽ യഹ്ബിസൂഹുന്ന അനിൽ ഖുറൂജ്, ഈ പുറത്തു പോവാതെ തടഞ്ഞു വെക്കണം എന്ന് പറയുമ്പോൾ ആദ്യം പുറത്തു പോവാൻ സാഹചര്യങ്ങൾ കിട്ടിയത് കൊണ്ടാണ് അവർ വ്യഭിചാരത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് വ്യഭിചാരത്തിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളെ തടസ്സപ്പെടുത്തുക എന്നതാണ് വീടുകളിൽ തടഞ്ഞു വെക്കണം എന്ന് പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണ് ഇവിടെ വിശദമായി പറയുന്നുണ്ട്. എന്താ? ഏതൊരു തെറ്റും ഒരാൾ പിൻവാങ്ങണം എന്നുണ്ടെങ്കിൽ ആദ്യം അയാളുടെ സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണം. പണ്ട് കാലത്തൊക്കെ ആൾക്കാർ പേടിയായിരിക്കും സിഗരറ്റ്. അപ്പോ എന്തുകൊണ്ടാണ് അയാൾ സിഗരറ്റ് വലിച്ചത്? അയാളുടെ കൂടെയുള്ള ഒരാള് സിഗരറ്റ് കത്തിച്ചു വലിച്ചപ്പോൾ അയാൾ വലിച്ചു. അതല്ലാതെ ഒരു സിഗരറ്റ് വലി തുടങ്ങണല്ലോ എന്ന് വിചാരിച്ചു ഒരു 10 റുപ്യ ഇട്ട് വിചാരിച്ചിട്ട് 10 റുപ്യ സംഘടിപ്പിച്ചിട്ട് അയാൾ കടയിൽ പോയി വാങ്ങിക്കൊടുന്ന് വലിച്ചതല്ല. എല്ലാ തിന്മകളുടെയും ആദ്യത്തെ ഡോസ് ഫ്രീ ആയിരിക്കും. ആദ്യത്തെ ഡോസ് ഫ്രീ ആയിരിക്കും. അതും അങ്ങനെ സുഹൃത്തുക്കൾ കൊടുക്കും. അപ്പൊ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുമ്പോൾ മാത്രമേ ഒരു തെറ്റ് ഇല്ലാതാകുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ മക്കളാണ്, ഇനി ഭർത്താക്കന്മാരുടെ ഭാര്യമാർ, ഞാൻ ഇനി ചെയ്യൂല, ഇത് സംഭവിച്ചു പോയി, ഒക്കെ ആത്മാർത്ഥമായിട്ട് പറയണതാണ്, കരഞ്ഞു പറയുകയാണ്. പിന്നെ 2 ദിവസം കഴിയുമ്പോ അതന്നെ ചെയ്തിട്ടുണ്ടാവും. എന്താ കാരണം? അയാൾക്ക് ആ സാഹചര്യം കിട്ടിയാൽ അയാളോട് പോവും. അതാണ്. അപ്പൊ ആ സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനാണ് എന്ത് പറഞ്ഞത്? ഫഅംസികൂഹുന്ന ഫിൽ ബുയൂത്ത്. ഏതുവരെ?
ഹത്താ യതവഫാഹുന്ന, അവർ മരിക്കണത് വരെ പിന്നെ പുറത്തേക്ക് വിടരുത്. മരിക്കണത് വരെ പിന്നെ പുറത്തേക്ക് വിടരുത്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ? എന്താ ആളുകൾ വ്യഭിചരിക്കാൻ പറ്റൂ? ആ ചോദിക്കില്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒരു ഭർത്തൃമതിയായി ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭാര്യയുള്ള ഒരു പുരുഷൻ ചെയ്യാൻ പാടുന്നു, അത് ചോദ്യമല്ല. എന്താ ചോദ്യമുള്ളത്? മരിക്കണത് വരെ വീട്ടിലിങ്ങനെ നിർത്തി പുറത്തേക്ക് വിടാതെ, അതാ ചോദിക്കുക. അതെപ്പോഴേ വേണ്ടുള്ളൂ, അതെപ്പോഴേ വേണ്ടുള്ളൂ. എല്ലാ പെണ്ണുങ്ങളെയും മരിക്കണത് വരെ വീട്ടിൽ നിർത്താമില്ല. എന്ത്? നാലാളുകൾ കാണുകെ ഒരു വ്യഭിചാരം നിർവഹിച്ച ഒരു സ്ത്രീയെ പിന്നെ നിങ്ങൾ പുറത്തു പോകാൻ എന്താകരുത്? അനുവദിക്കരുത്. കാരണം ആ തെറ്റ് അവർ ചെയ്ത് ഇനിയും അവർ കുറ്റക്കാരി ആയി അവർക്ക് പരലോകം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ ഏതൊരു പണിഷ്മെന്റും, തെറ്റിന് നൽകുന്ന ഏതൊരു പണിഷ്മെന്റും നമ്മുടെ ദേഷ്യത്തിന്റെയോ പ്രതികാരത്തിന്റെയോ ഭാഗമല്ലാതെ നൽകുന്ന ഏതൊരു പണിഷ്മെന്റും, പ്രത്യേകിച്ചും രക്ഷിതാക്കൾ എന്നുള്ള ഏതൊരു പണിഷ്മെന്റും, അത് ആർക്ക് വേണ്ടിയാണ്? ഈ തെറ്റു ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടിയാണ്. അപ്പൊ അയാളുടെ സംരക്ഷണത്തിനാണ് ഈ നിയമം അങ്ങോട്ട് പറഞ്ഞയക്കരുത് എന്ന് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഹത്താ യതവഫാഹുന്ന, അവർ മരിക്കുന്നത് വരെ എന്നാണ് കേട്ടോ. ഹത്താ യതവഫാഹുനൽ മൗത്ത്, അവരെ മരണം പൂർണ്ണമായി ഏറ്റെടുക്കുന്നത് വരെ, മരണം അവരെ പൂർണ്ണമായും ഏറ്റെടുക്കുന്നത് വരെ എന്താവരുത്? അവരെ നിങ്ങൾ പുറത്തു വിടരുത്, വീട്ടിൽ എന്ത് ചെയ്യണം? തടഞ്ഞു വെക്കണം എന്നാണ്. അവർക്ക് ആ സാഹചര്യം ഇല്ലാതാക്കുന്നതോടൊപ്പം വീട്ടിൽ നിർത്തുക എന്ന് പറയുന്നത് എന്തും കൂടെ ഉപകാരപ്പെടും. അവർക്കൊരു ശിക്ഷയും കൂടെ ആയിട്ടാണ് അങ്ങനെ ചെയ്യണം. പുറത്തു പോവാതിരിക്കുക എന്നുള്ളത് അവർക്കൊരു പണിഷ്മെന്റ് കൂടെയാണ്. ഔ യജ്അലല്ലാഹു ലഹുന്ന സബീല, അവിടെയാണ് ഈ സൂചന ഉള്ളത്. ഔ യജ്അലല്ലാഹു, അല്ലെങ്കിൽ അള്ളാഹു അവർക്കൊരു മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ. എന്താണ് ആ മാർഗം? ഒന്ന് തൊരീഖന ഗൈറൽ ഹബ്സ്, ഈ തടഞ്ഞു വെക്കലല്ലാത്ത, വീട്ടിൽ തടഞ്ഞു വെക്കലല്ലാത്ത വേറെന്തെങ്കിലും വിധി അവരുടെ കാര്യത്തിൽ വന്നാൽ കുഴപ്പമില്ല. അതിൽപ്പെട്ടതാണ് എന്ത്? എറിഞ്ഞുകൊല്ല എന്നൊക്കെ പറഞ്ഞത് അതിൽപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ വല്ല നിയമവും നടപ്പിലാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ അവർ തെരഞ്ഞെടുക്കണം. ഇപ്പൊ നാസിർ സയ്യിദ് റഹ്മത്തുള്ളാഹി പറഞ്ഞത് വഹാദിഹിൽ ലൈസത്ത് മൻസൂഖ, ഈ ആയത്ത് മൻസൂഖത്തല്ല. ഈ ആയത്തിന്റെ വിധി ഇപ്പോഴും ഇതന്നെയാണ് സ്വീകരിക്കേണ്ടത് എന്നാണ്. ഇത് ഇപ്പൊ എറിഞ്ഞൊല്ല തല വെട്ടുക എന്നുള്ളതൊക്കെ ഇസ്ലാമിക സർക്കാരുകൾക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. ഇതിന് സർക്കാരൊന്നും വേണ്ട. എന്താണ്? വീട്ടിൽ തടഞ്ഞു വെക്കുക എന്നുള്ളത് അവർക്ക് സാധിക്കും. ഇപ്പൊ നമ്മള് ഒരു തെറ്റ് ചെയ്യേ, ഇപ്പോ നമ്മുടെ കുട്ടിയോട് പറയാണ്, ഫോൺ വേണമെന്ന് പറഞ്ഞ ഫോൺ തരാം, വാങ്ങിത്തരാം. പക്ഷെ കണ്ടീഷൻ, ഫോൺ എപ്പോഴെങ്കിലും നീ മിസ്യൂസ് ചെയ്യുന്നത് കണ്ടാൽ അന്നത്തോടുകൂടെ ആ ഫോണ് അനക്കുണ്ടാവില്ല. നീ അനക്ക് സ്വന്തം നിലക്കൊരു ഫോൺ വാങ്ങാനുള്ള അനുവാദവും ഞാൻ തരൂല എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കാം. അപ്പൊ നമുക്ക് എന്താ? എന്തേലും കണ്ടാ വാങ്ങാം. ഇപ്പൊ ഫോൺ കൊടുക്കാത്തത് എന്തുകൊണ്ടാ? അത് മിസ്യൂസ് ചെയ്തത് കൊണ്ട്, അതാണ്. പക്ഷെ പലപ്പോഴും നമ്മളെന്താ വെച്ചാൽ വാങ്ങിയൊക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ തങ്ങേണ്ടാവും, അപ്പൊ വാങ്ങി തെറ്റ് ചെയ്യുന്നു എന്നതാണ് ഫോണ് വാങ്ങിയേക്കാൻ കാരണം. അപ്പൊ ഏതൊരു തെറ്റാണോ ചെയ്യുന്നത് ആ തെറ്റിന്റെ കാരണത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് മാന്യമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ്, യാതൊരു സംശയമില്ല. ഇപ്പൊ കുട്ടികളൊക്കെ കോളേജിൽ പോയി പ്രേമുണ്ടാക്കിയാലും എനിക്ക് പഠിക്കണ്ട, ഇനി പഠിക്കണ്ട, ഇനി പഠിക്കും, അവർക്ക് ഡിഗ്രി വേണ്ട, ഒന്നും വേണ്ട, ഇനി പഠിക്കുന്നു. അതിന് ആയാണ് അല്ലെ? ഒരു പെൺകുട്ടിയെ പഠിപ്പിച്ചില്ലല്ലോ എന്ന് പറയാൻ പറ്റില്ല. പഠിപ്പിച്ചു, പക്ഷെ അത് മര്യാദക്ക് ആകാത്തത് കൊണ്ട് എന്ത് ചെയ്തു? ആ സാഹചര്യത്തെ ഇല്ലാതാക്കി. അതിന് നമുക്ക് എന്തുണ്ട്? അവകാശമുണ്ട്. നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ആദ്യം തന്നെ ഒന്ന് പറഞ്ഞാൽ ഇതുവരെ എന്നൊന്ന് പറഞ്ഞാൽ നന്നാണ്. മറ്റൊരു വഴി കണ്ടെത്തുന്നവരാണ്. ഈ വഴി എന്ന് പറയുന്നതിൽ എന്തായിരിക്കും? ഇതൊക്കെ പെടും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഇത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടങ്ങളിലായിരുന്നു ഇത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം എന്ത് ചെയ്തു? ഇതും കൂടെ വന്നു. ഈ പിന്നെ വിവാഹം കഴിച്ച ആളാണെങ്കിൽ അയാളെ റജ്മ് ചെയ്യണം, എറിഞ്ഞു കൊല്ലണം, അല്ലാത്ത ആളുകളെ അടിക്കണം എന്നുള്ള നിയമം പിന്നീട് വന്നു. അപ്പൊ ആ നിയമവും ഇതിനോടെ ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ നിയമം അതോടുകൂടെ ഇല്ലാതായി എന്ന് പറയാൻ പറ്റൂല.
ഇനി അടുത്തായിട്ട് നോക്കി, വല്ലദാനി യഅ്തിയാനിഹിമാ മിൻകും ഫഅദുഹുമ. ഇനി പറയണ്ട വല്ലദാനി, ഇനി രണ്ടുപേർ, യഅ്തിയാനിഹിമ, അവർ രണ്ടുപേരും എന്ത് ചെയ്തു കൊണ്ടുവന്നു. അപ്പൊ നിങ്ങളിൽ നിന്നും രണ്ടുപേർ, ആരോ ആവട്ടെ, അവർ രണ്ടുപേരും കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫാഹിഷത്ത്, വ്യഭിചാരം ചെയ്താൽ. അപ്പൊ ഇവിടെ ആരെ കുറിച്ചാണ് പറയണത്? അപ്പൊ ഇവിടെ ശരിക്കും ഇവിടെ പുല്ലിംഗമായി മുദക്കറായി പറഞ്ഞതുകൊണ്ട് ഇത് ഉദ്ദേശിക്കുന്നത് രണ്ടാണുങ്ങളാണ് ചില ആൾക്കാർ പറഞ്ഞു. അതായത് പിന്നെ ഹോമോസെക്സ് ആയിട്ടുള്ള രണ്ടാളുകൾ, എത്തിയാനിക വല്ലദാനി എത്തിയാനിക. അപ്പോ ഈ രണ്ട് ആളുകൾ എന്ത് ചെയ്യാണ്, കൊണ്ടുവരികയാണെങ്കിൽ, അപ്പൊ അവിടെ ഒന്ന് പറഞ്ഞു വല്ലദാനി എന്ന് പറയുമ്പോ ഈ രണ്ടാളുകൾ എന്ന് പറയുന്നത് പുരുഷന്മാരായ രണ്ടാളുകൾ തമ്മിൽ വിഭജിച്ചാൽ, പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ രണ്ട് വ്യക്തികൾ ആരായിരുന്നാലും അവരെന്താണ്, ഈ വ്യഭിചാരം എന്ത് എത്തിയാനിഹ എന്ന് പറഞ്ഞാൽ ഹാ എന്നുള്ളത് പാകിഷത്താണ് കേട്ടോ. അതാണ് അവിടെ ഹാ എന്നുള്ളത് പാകിഷത്ത് അറിയപ്പോൾ ഒന്നാണ്. അവരത് ആ പാകിഷത്ത് അവർ രണ്ടുപേരും കൊണ്ടുവരികയാണെങ്കിൽ മിൻകും, അപ്പൊ മിൻകും എന്ന് പറയുമ്പോൾ മിന റിജാലി വന്നിസായി, നിങ്ങളിൽപ്പെട്ട ആണുങ്ങളെന്നാവട്ടെ പെണ്ണുങ്ങളെന്നാവട്ടെ കൊണ്ടുവരികയാണെങ്കിൽ അവര് രണ്ടാളെയും നിങ്ങൾ എന്ത് ചെയ്യണം, സ്വൈരം കെടുത്തിക്കൊള്ളുവീൻ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചു കൊള്ളുവീൻ, ഉപദ്രവിച്ചു കൊള്ളുവീൻ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്ത് ഇതിന്റെ പേരിൽ ഒരു സ്വസ്ഥത കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ വാക്കുകൊണ്ടാകാം, ആക്ഷേപം, ഇത് മടങ്ങാൻ വേണ്ടിയുള്ള അടി, ഇങ്ങനെ എന്ത് കാര്യങ്ങളാണെങ്കിലും അത്തരത്തിലുള്ള അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യണം. അതെന്തിനാണ്? അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ പെട്ട തന്നെയാണ് സ്ത്രീകൾ എന്ത് ചെയ്യണം, വീട്ടിൽ തടഞ്ഞു വെക്കണം എന്ന് പറഞ്ഞതാണ്. പക്ഷെ അത് അതിനുശേഷം പറഞ്ഞു ഇൻതാബ, അത് ഏതുവരെ മാത്രമേ അത് പറ്റുള്ളൂ, അവർ രണ്ടുപേരും പശ്ചാത്തപിക്കുന്നത് വരെ. ഇൻതാബ, അവർ രണ്ടുപേരും പശ്ചാത്തപിക്കുകയും, താബ എന്ന് പറഞ്ഞാൽ റജഅ അനിദ്ദംബി, തെറ്റിൽ നിന്നും അവർ രണ്ടുപേരും എന്ത് ചെയ്യുക, മടങ്ങുന്നത് വരെ. അല്ലദീ ഫഅല വനദമ അലൈഹി, അവർ ചെയ്ത കാര്യത്തിൽ ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുന്നത് പോലെ. വഅസമ അല അല്ല യഊദ, അവർ രണ്ടുപേരും മടങ്ങുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നത് വരെ നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കുക. അതൊരു ശിക്ഷ എന്നുള്ള നിലക്ക്. അത് കഴിഞ്ഞാൽ അവരെ നിങ്ങൾ വിഷമിപ്പിക്കാൻ പാടില്ല. ഈ തൗബക്ക് രണ്ട് ഘട്ടമുണ്ട്. നിബന്ധനകളല്ല പറഞ്ഞോ. ഒന്ന്, തൗബ എന്ന് പറയണത് അള്ളാഹു നമുക്ക് തൗബ ചെയ്യാനുള്ള ഒരു തൗഫീഖ് തരണം. ഞാൻ തെറ്റ് ചെയ്തു പോയി, എനിക്കതിന് പശ്ചാത്തപിക്കണം എന്നുള്ള മനസ്സ്, തൗബ ചെയ്യാനല്ല പണി. അപ്പൊ എത്രയോ തെറ്റ് ചെയ്യുന്ന ആളുകളൊന്നും മടങ്ങിയെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. മക്കൾ അങ്ങനെ ആകാൻ, അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ ആകാൻ, വാപ്പ അങ്ങനെ ആവാൻ ഇവിടെ ആഗ്രഹിക്കും. പക്ഷെ അവർക്കൊരു മനസ്താപമാണ്. എന്തെന്നെ സംഭവിച്ചാലും എന്താണ്, അവർക്കൊരു മനസ്താപവും ഉണ്ടാവുന്നില്ല. അത് തൗഫീഖാണ്. ആര് കൊടുക്കണ്ടേ? തൗബ ചെയ്യാനൊരു തോന്നലുണ്ട്, അത് ആദ്യം അല്ല കൊടുക്കണം, ആ തൗഫീഖ്. പിന്നെ തൗബ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കാം. ഇത് രണ്ടും വെച്ചിട്ടാണ് അള്ളാഹിനെ തൗവാബ് എന്ന് പറയുന്നത്. തൗവാബ് എന്ന് പറഞ്ഞാൽ അത്യധികമായി പശ്ചാത്തപിക്കുന്നവനാണ് വാക്കിന്റെ അർത്ഥം. പക്ഷെ അള്ളാഹിനെ പറ്റി പറയുമ്പോൾ എന്താണ്, അത്യധികമായി പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് അതിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹുവിന്റെ പശ്ചാത്താപം സ്വീകരിക്കേണ്ട രണ്ടു കാര്യം. ഒന്ന്, ഒരു തെറ്റ് ചെയ്യുന്നവര് തൗബ ചെയ്യണമെന്ന ഒരു മനോഗതി ഉണ്ടാക്കുക. എത്ര വലിയ ഭാഗ്യമാണ്. അത് കഴിഞ്ഞിട്ട് ആ തൗബ ചെയ്താൽ അത് അവരിൽ നിന്നും എന്ത് ചെയ്യുക, സ്വീകരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, വഅസ്ലഹ. ഇത് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണുന്ന കാര്യം. അസ്ലഹ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ രണ്ടുപേരും നന്നാകുക എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനം, നമ്മൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ ആ തൗബ ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടാവുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. അപ്പോ ഇതുവരെ വീട്ടിലെ വീട്ടിലൊക്കെ നിസ്കരിക്കുന്ന പരിപാടി, നിസ്കരിക്കും 5 നേരം വീട്ടിലൊക്കെ നിസ്കരിക്കുള്ളൂ. പക്ഷെ തെറ്റ് പറ്റി, തൗബ ചെയ്യും, അതിനുശേഷം ഒറ്റ വക്തും പള്ളിയിലല്ലാതെ നിസ്കരിക്കൂല. അതൊരു മാറ്റാണ്.
അതാണ് അസ്ലഹ എന്ന് പറഞ്ഞത്. നാം ഒരു പശ്ചാത്തപിച്ചവനാണെന്ന് ബോധ്യപ്പെടാവുന്ന പ്രവർത്തനങ്ങൾ അവന്റെ ഭാഗത്തുനിന്നും എന്ത് ചെയ്യണം? ഉണ്ടാവണം. അൽ അമലുദ്ദാൽ അലാ സിദ്ഖി തൗബ, അവന്റെ തൗബയുടെ സത്യസന്ധതയെ അറിയിക്കുന്ന പ്രവർത്തനങ്ങൾ അവരിൽ നിന്നുണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ പാരിതു അനുപമ, അവരെന്താളി വിട്ടേക്കാൻ കേട്ടോ. അവർ രണ്ടുപേരെയും ഉപദ്രവിക്കാനൊന്നും പോകരുത്. അവർ തൗബ ചെയ്ത് മടങ്ങിയ ആളുകളാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യേണ്ടതില്ല, ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. ഇന്നല്ലാഹ കാന തൗവാബൻ റഹീമ, തീർച്ചയായും അള്ളാഹു അങ്ങേയറ്റം കസീറു തൗബ അലൽ മുദ്രിബീനൽ ഖത്താഈൻ, തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് അള്ളാഹു. ഒരു വളരെ സ്വകാര്യമായ നിഷ്കളങ്കമായ ഒരു പ്രവർത്തനം മതി ഒരു മനുഷ്യൻ ഒരു പക്ഷേ സ്വർഗാവകാശിയാണ്. എന്തൊക്കെ തെറ്റുകളുണ്ടെങ്കിലും അത്രമാത്രം അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്ന, ജനങ്ങൾക്ക് ഉപദ്രവമുള്ള വഴിയിലെ ഒരു കൊമ്പ് മുറിച്ചതിന്റെ പേരിൽ എന്തായി അവിടെ സ്വർഗത്തിൽ പോയി അറിഞ്ഞാല്. അപ്പോ അത്രമാത്രം അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ച തരും. അള്ളാഹു ഹലീമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു എന്ത് ചെയ്യും? ക്ഷമിച്ചു തരും. അതുകൊണ്ട് എന്താണ് അള്ളാഹു അങ്ങേയറ്റം അത് വഫഖഹും ലിത്തൗബത്ത്, തൗബക്ക് വേണ്ടി അള്ളാഹു അവർക്ക് തൗഫീക്ക് നൽകി. വഖബിലഹ മിൻഹും, അത് അവരിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തു. വസമഹഹും അലാ മാ സദറ മിൻഹും, അവരിലുണ്ടായ കാര്യങ്ങൾ അള്ളാഹു എന്ത് ചെയ്തു? വിട്ടുവീഴ്ച നൽകുകയും ചെയ്തുകൊണ്ടാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നോക്ക് നിങ്ങൾ. ഇനി ഇത്തരം ആളുകളിൽ നിന്ന് ഇതുണ്ടാകുമ്പോൾ 4 സാക്ഷികൾ ഉണ്ടായാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അർബഅത റിജാലി മുഅ്മിനീൻ, അത് എത്രമാത്രം വലിയ ഒരു നിബന്ധനയാണ് എന്നാണ്. ആ നിബന്ധന എന്താന്ന് വിചാരിച്ചാൽ വളരെ അപൂർവമായി മാത്രം ഉണ്ടാകുന്ന ഒരു നിബന്ധനയാണ്. ഇവിടെ പറയുന്നു 4 സ്ത്രീകൾ ഉണ്ടായാൽ പറ്റൂല, എന്നാ കുറച്ച് സ്ത്രീകളും കുറച്ച് പുരുഷന്മാരായാൽ പറ്റുമോ? അതൊന്നും പറ്റൂല. 4 പുരുഷന്മാരായാൽ മാത്രമേ പറ്റുള്ളൂ. അത്രയും വ്യക്തമായി പറയണം, എങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് അവിടെ അഭിമാനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് ഇവിടെ പറഞ്ഞു. തൗബ ചെയ്ത് മടങ്ങി അള്ളാഹ് നമ്മളെ തെറ്റുകളെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരുന്നതിന് മുമ്പ് നമ്മളൊക്കെ എന്ത് ചെയ്യുക? ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം എന്നതാണ് ഇതിന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇന്നമ തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ തുമ്മ യതൂബൂന മിൻ ഖരീബ്. ഈ തൗബയെ കുറിച്ച് പറയാണ്. ഇന്നമ തൗബ, നിശ്ചയമായും പശ്ചാത്താപം സ്വീകരിക്കുവാൻ അള്ളാഹുവിന് ബാധ്യതയുള്ളത്. ഇന്നമ തൗബ അലല്ലാഹി, അള്ളാഹുവിന്റെ മേൽ. ആരുടെ തൗബയാണ് അള്ളാഹു സ്വീകരിക്കുക? ലില്ലദീന യഅമലൂന സൂഅ, ലില്ലദീന തെറ്റായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ. ബിജഹാലത്തിൽ, നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു വാക്കാണ് അവിടെ ബിജഹാലത്തിൽ. അപ്പൊ ബിജഹാലത്തിൽ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എന്താ ആദ്യം വിചാരിക്കുക? അറിയാതെ തെറ്റ് ചെയ്തവർ. മോഷ്ടിച്ച ഏതെങ്കിലും ഒരു വ്യക്തി അത് തെറ്റല്ല എന്ന് വിചാരിച്ച് ചെയ്തിട്ടുണ്ടാവും. സാധനം തെറ്റാന്ന് അറിഞ്ഞ് ചെയ്തല്ലേ. വ്യഭിചരിച്ച ഒരാള് അത് തെറ്റാന്ന് അറിയെങ്കിൽ ഞാൻ ചെയ്യൂലായിരുന്നു ആരെങ്കിലും പറഞ്ഞു. അപ്പൊ പിന്നെ എന്താണ് ജഹാലത്ത് എന്ന് പറഞ്ഞാൽ? ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ജഹാലത്ത് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ജഹാലത്തും മിൻഹുബി ആഖിബത്തിക, ഒരർത്ഥം അതാണ്. എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഒരു തെറ്റാണോ ഞാൻ ചെയ്തത്? ഇതിന് ഇത്ര വലിയ പ്രശ്നമുണ്ടോ? അത് മിക്കവാറും തെറ്റ് ചെയ്യുന്നവർക്ക് അറിയില്ല. ഇത് തെറ്റ് ചെയ്യുന്നവന് അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവത്തിൽ വരുമ്പോൾ മാത്രമാണ് ഇതിത്രമാത്രം പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ആ പ്രത്യാഘാതങ്ങൾ അറിയുമായിരുന്നെങ്കിൽ അയാൾ എന്താകുമായിരുന്നില്ല? ആ തെറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ പ്രത്യാഘാതങ്ങൾ അറിയാതെ തെറ്റ് ചെയ്ത് അതിന്റെ ദുരന്തങ്ങൾ വരുമ്പോൾ മനസ്സിലായി തൗബ ചെയ്യുന്ന ആളുകൾ എന്നതാണ് ഒരാശയം. അതിന്റെ അള്ളാഹുവിന് എത്ര ശിക്ഷ ഉണ്ടെന്നൊക്കെ അറിയാതെ. അതേപോലെ തന്നെ മറ്റൊന്ന്, നമ്മൾ തെറ്റ് ചെയ്യണം. അപ്പൊ ആ തെറ്റിന്റെ വികാരത്തിലും തെറ്റിന്റെ താല്പര്യത്തിലും എന്ത് ചെയ്തു? തൽക്കാലം നമ്മൾ എന്ത് മറന്നു? ഇതൊക്കെ അള്ള കാണുന്നുണ്ടല്ലോ, രേഖപ്പെടുത്തുന്നുണ്ടല്ലോ,
ഇതൊക്കെ റെക്കോർഡ് ആക്കുമല്ലോ എന്നത് ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇന്നും എന്ത് ചെയ്തു, ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ വിട്ടുപോയി. അതുമാകാം ഒരു പക്ഷേ. കാരണം സത്യത്തിൽ അള്ള കാണും ഇതിന് ഇത്രയും ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ട് എന്നൊക്കെ അവൻ ആ സമയത്ത് ഓർമ്മ വരികയാണെങ്കിൽ എന്താണ്, ആ തക്കവന്റെ ബോധം കൊണ്ട് ചിലപ്പോൾ ആ തെറ്റിന്റെ പകുതി തന്നെ ചിലപ്പോ അവസാനിപ്പിച്ചു പോരും. അപ്പോ അതാണ് മറ്റൊരു അർത്ഥം. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുറാഖബത്തുണ്ട് എന്നതിനെ കുറിച്ചല്ലാത്ത ഒരു കാര്യം. മറ്റൊന്ന് എന്താണ്, അവന്റെ ഈമാൻ, അവന്റെ വിശ്വാസത്തിൽ എന്ത് ചെയ്യാം, കുറവ് വരും. ഈമാനോട് കൂടെ അവർക്ക് തെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈമാൻ സമ്പൂർണമാവാനുള്ള, അതായത് നമ്മളൊക്കെ ഇപ്പൊ ഒരു മാറ്റം ഉണ്ടാകുന്നത് നമ്മളെ ഈമാൻ ശരിയാകുമ്പോഴല്ലേ. മാറ്റമുണ്ടാകാൻ മാത്രമുള്ളൊരു ഈമാൻ അവൻ്റെത് അപര്യാപ്തമായിരുന്നു. ശരിക്കുള്ളൊരു വിശ്വാസം ബോധ്യതയൊന്നും ജീവിതത്തിൽ ദീനിനെ കുറിച്ച് അവന് വന്നിട്ടില്ല. അത് ജഹാലത്ത്. എന്റെ ജഹാലത്തിന്റെ കാലത്ത് ചെയ്താണ് ഞാൻ അതൊക്കെ എന്ന് പറഞ്ഞാൽ അതോട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എനിക്കിതിനെ കുറിച്ച് വലിയൊരു അന്തമില്ലാത്ത കാലത്ത് ചെയ്തതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് മറ്റൊരർത്ഥം. ജഹാലത്തിന്റെ മറ്റൊരാശയം അതാണ്. അതായത് നമ്മുടെ ഈമാൻ പരിപൂർണമാവാത്ത ഒരു കാര്യം. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ 3 പരിഗണന വെച്ച് നോക്കുമ്പോൾ തെറ്റ് ചെയ്യുന്നവരെല്ലാം ആരാണ്? എല്ലാ തെറ്റുകാരും ആരാണ്? ജഹാലത്തുള്ളവരാണ്. എല്ലാ തെറ്റ് ചെയ്യുന്നവരും ആരാണ്? ജഹാലത്തുള്ളവരാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ ലഭിക്കാം. അപ്പൊ ചില ആൾക്കാർ തൗബ ചെയ്യാതെ എന്തായാലും എനിക്കെന്തായാലും ഇതിന് ശിക്ഷ കിട്ടുന്നതാണ് നടക്കുന്നത്. ഈ വാക്കിന്റെ അർത്ഥം മനസ്സിലാകാനിട്ടാണ്. കാരണം ഞാൻ അങ്ങനെ ജഹാലത്ത് ചെയ്തതെന്നല്ല, എനിക്കത് തെറ്റാന്നൊക്കെ അറിയായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. തെറ്റാണോ ഇല്ലേ എന്ന് അറിയുമോ എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം എന്നാണ് അവിടെ അർത്ഥം കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഏത് തെറ്റ് സംഭവിച്ചാലും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക. ഇതൊന്നും പിന്നെ പെട്ടെന്ന് തൗബ ചെയ്യും. അത് തൗബ ചെയ്യൽ വേഗത്തിലാകണം. അതെ, അതുകൊണ്ടാണ് എന്ത് പേർഗണത്തിന്റെ ഹാലിലെത്തുമ്പോൾ തൗബ ചെയ്ത് കാര്യമില്ല. അവിടെയാണ് പിറവ് മുങ്ങിച്ചാവുമ്പോ അള്ളാഹിനെ വിളിച്ചപ്പോൾ ആമത്ത് പിറപ്പി മൂസ, അതിന് മുന്നേ ആമത്ത് പിറപ്പി മൂസ എന്ന് പറഞ്ഞൊക്കെ അത് കഴിച്ചിലാക്കിയിട്ട് ആ സമയത്ത് പറഞ്ഞ പിറവിനെ കഴിച്ചിലാക്കിയില്ല. അതെന്തോടെച്ചാൽ ആ സമയത്ത് പറഞ്ഞിട്ടൊരു കാര്യം ഇല്ല. ഇപ്പൊ ഉലായി കേത്തുബുല്ലാഹു അലൈക്കും, അള്ളാഹുയുടെ തൗബ സ്വീകരിക്കും. വകാന അല്ലാഹു അലീമൻ ഹക്കീമ, അള്ളാഹു സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. അപ്പൊ തൗബ തെറ്റ് സംഭവിച്ചാൽ പെട്ടെന്ന് തന്നെ തൗബ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? ആ തൗബയെ സ്വീകരിക്കും എന്നാണ് പറഞ്ഞത്. ഔദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാത്തി യഅ്തീനൽ ഫാഹിശത മിൻ നിസാഇകും ഫസ്തശ്ഹിദൂ. فاستشهدوا عليهن 4 منكم فإن شهدوا فأمسكوهن في البيوت حتى يتوفاهن الموت أو يجعل الله لهن سبيلا. واللذان يأتيانها منكم فآذوهما فإن تابا وأصلحا فأعرضوا عنهما إن الله كان توابا رحيما. إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما.